ഇന്ന് നേരം വെളുത്തപ്പേക്കും വീട്ടിലെ അവസ്ഥ ആകപ്പാടെ മാറിയിട്ടാ. നമ്മുടെ ആദംകൂട്ടന് നല്ല പനിയായിരുന്നു കേട്ടാ. തീ പൊള്ളണ പോലെയായിരുന്നു പനി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുണി നനച്ച് തുടച്ചു കൊടുത്തുട്ടാ. ആശാൻ പിന്നെ എൻ്റെ അടുത്തുനിന്ന് മാറണുണ്ടായില്ല. പനി വന്നു കഴിഞ്ഞാൽ അമ്മ മാത്രം മതി, അപ്പനോ വേറെ ആരും വേണ്ട കേട്ടാ. വീടാകപ്പാടെ ഉറങ്ങിയ പോലെയായി. കളിയില്ല, ചിരിയില്ല, ഒന്നുമില്ല കേട്ടാ. അപ്പോൾ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഡ്രസ്സൊക്കെ മാറി. ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോഴാണെങ്കിൽ എൻ്റെ മേത്തുനിന്ന് ഓടിച്ചാടി താഴ്ത്തിറങ്ങി നടക്കണം. ഞാൻ തന്നെ ആകപ്പാടെ അന്താളിച്ച് പോയി. ഇവനെന്താണോ ചെയ്യാൻ പോണേന്ന്. വേറെ ഒന്നിനുമല്ല, ഇവന് വണ്ടി കയറാനുള്ള സന്തോഷത്തിലാണ് ഈ ഓട്ടം. വണ്ടി കയറി കഴിഞ്ഞപ്പോഴോ അവൻ ഭയങ്കര ഹാപ്പിയാന്നായി അവൻ്റെ പറച്ചിൽ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലിനിക്കിലെത്തി ഡോക്ടറെ കാണിച്ചു. ഇവന് കഴിഞ്ഞ ആഴ്ച ഇതുപോലത്തെ ഒരു പനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വൈറൽ ഫീവറാണ്, എന്തായാലും ആൻറ്റിബയോട്ടിക് എഴുതണമെന്ന് പറഞ്ഞ് നമുക്ക് മരുന്നൊക്കെ എഴുതി തന്നു കേട്ടോ. പിന്നെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ കയറി മരുന്നൊക്കെ വാങ്ങിച്ച് വേഗം ഇങ്ങോട്ട് പോന്നു. പോന്നപ്പോൾ എനിക്ക് ആദംകൂട്ടം മരുന്ന് കണ്ടപ്പോൾ പാപ്പാണെന്ന് വിചാരിച്ച് വേഗം തട്ടിപ്പറിച്ച് വാങ്ങിച്ചു കൂട്ടാ. നിനക്ക് തിന്നാനുള്ള പാപ്പം തന്നെയാന്ന് പറഞ്ഞു ഞാൻ അപ്പം ഇന്നത്തേക്ക് ഇത്ര ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു.